ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാവേളയിൽ ഞാനിവിടെ ഒരു ചെറിയൊരു ചിന്ത നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് വേറെ ഒന്നുമല്ല, നമ്മൾ യേശുവിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ചിന്തയാകുന്നു. അത് പുറപ്പാട് പുസ്തകം 14 അധ്യായം 13 വാക്യത്തെ ഉദ്ധരിച്ചാണ് ഞാൻ ഇവിടെ ചെറിയൊരു ചിന്ത നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നമുക്ക് ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളെ തന്നെ വണങ്ങി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അതിന് മുന്നോടിയായി നമുക്ക് ചെറിയൊരു പ്രാർത്ഥന നമുക്ക് ചെയ്യാം. എല്ലാവരും കണ്ണുകളടയ്ക്കുക, കൈകൂപ്പുക, കണ്ണുകളടയ്ക്കുക, തലകുനിക്കുക. സർവശക്തനുമായ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുർത്താവെ, ഈ സന്ധ്യാസമയത്തെല്ലാം അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വരുവാനും അങ്ങയുടെ തിരുവചനത്തെ ധ്യാനിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. യേശുർത്താവെ, ഈ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്കുകളും ചിന്തകളും അടിയൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും ഹൃദയത്തിലെ ധ്യാനമെല്ലാം അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ അനുഗ്രഹം അടിയനോട് കൂടെ ഇരിക്കുമാറാകണമേ. ഈ കേൾക്കുന്ന മക്കളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലത് പ്രവർത്തിക്കുമാറാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇനി നമുക്ക് നമ്മളുടെ ചിന്തയിലേക്ക് കടക്കാം. പുറപ്പാട് പുസ്തകം 14:13 ഇപ്രകാരം പറയുന്നു: ഉറച്ചു നിൽക്കുക, ദൈവം നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ എന്നാണ് പറയുന്നത്. ഈ വാക്കുകളിൽ വിശ്വാസിക്ക് അസാധാരണമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നപ്പോൾ ദൈവം നൽകിയ ഒരു കൽപ്പനയായിട്ടാണ് അത് അടങ്ങിയിരിക്കുന്നത്. അയാൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആയാലും ശരി, മുന്നിലും പിന്നിലും പോകാൻ കഴിയില്ല. അപ്പോൾ അവൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു വ്യക്തിക്ക് മുന്നോട്ടും പിന്നോട്ടും പോകാൻ സാധിച്ചില്ല എങ്കിലും ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പറയുന്നതാ, യജമാനൻ്റെ വാക്ക് ഉറച്ചു നിൽക്കുക. യജമാനൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഒരു ദാസന് മുന്നിലും പുറകിലും പോകാൻ സാധിക്കില്ല. അപ്പോൾ ഒരു അടിമയായിരുന്നാൽ പോലും നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ യജമാനനെ ആശ്രയിച്ചിരിക്കണം. അപ്പോൾ യജമാനൻ പറയും, നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിൽക്കണം. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ കർത്താവായ യേശു യജമാനൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യജമാനൻ്റെ വാക്ക് എന്താണ്? ഉറച്ച് നിൽക്കുക എന്നാണ്. അങ്ങനെയുള്ള സമയത്ത് അവൻ തൻ്റെ യജമാനൻ്റെ വാക്ക് മാത്രം ശ്രദ്ധിച്ചാൽ അത് അവന് എന്തായിരിക്കും? നല്ലത് ആയിരിക്കും. ദൈവം നമ്മെ ധൈര്യപ്പെടുത്തുന്നതിൽ സന്തോഷിക്കുകയും നമ്മുടെ ഏറ്റവും മോശമായ സമയങ്ങളിൽ പോലും നമ്മളുടെ സ്നേഹത്തിലും വിശ്വാസത്തിലും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ആളാണ് നമ്മളുടെ യേശു കർത്താവ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ നമുക്ക് എന്തെങ്കിലും വന്നാലും ആ സമയത്തെല്ലാം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ആ ദൈവത്തിൽ തന്നെ നമ്മൾ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യണം. അതേപോലെ തന്നെയാണ് തക്ക സമയത്ത് മികച്ച മുന്നേറ്റത്തിനായി നമുക്ക് ശക്തി പുതുക്കേണ്ടതും ഉണ്ട്. എന്തെങ്കിലും ചെയ്യുക കാത്തിരിക്കുന്നത് കേവലം എന്തായിരിക്കും? അലസതയാണ്, അല്ലേ? ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിന് വേണ്ടി ഞങ്ങൾ തക്ക സമയം വരട്ടെ എന്നെല്ലാം വിചാരിച്ച് നമ്മൾ കേവലം അതിനൊക്കെ വേണ്ടി ഇങ്ങനെ കേവലം നമ്മൾ എന്ത് ചെയ്യും? വിചാരിക്കുക, ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാത്തിരിക്കുക, കേവലം അതെന്തായിരിക്കും? അലസതയായിരിക്കും. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളത് നമ്മളത് പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള സമയമാവട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്യേണ്ട, ഇപ്പം ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അല്ലെങ്കിലോ അതൊരു അലസതയാണ് എന്നാണ് സാത്താനിൽ നിന്ന് ഒരു പക്ഷേ നാം കേട്ടേക്കാം. അപ്പോൾ പറയും, നമ്മളോട് ആരാ ഈ പറയുന്നത്? നീ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നീ ഇപ്പോൾ ചെയ്യുക, പിന്നെ നീ ചെയ്യുക എന്ന് വിചാരിച്ചാൽ അത് സാധിക്കില്ല. പക്ഷേ അത് ആരാ നമ്മളോട് പറയുന്നത്? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആരാ ഈ പറയുന്നത്? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സാത്താനാണ് നമ്മളോട് പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കർത്താവായ
യേശുവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും യേശുവിനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. അപ്പോൾ കർത്താവായ യേശു എന്താ പറയുന്നതെന്ന് നമ്മൾ കർത്താവിനെ നോക്കി തന്നെ നിൽക്കണം. പകരം നാം സ്വയം എല്ലാം ചെയ്യാൻ തുടങ്ങുന്നു. നമ്മൾ കർത്താവിലേക്ക് നോക്കുന്നതിന് പകരം അല്ലേ സാത്താൻ പറയും, ഇപ്പം നീ അത് ഇപ്പം നീ ചെയ്തിട്ടില്ലെങ്കിൽ നിനക്കത് പിന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നെല്ലാം സാത്താൻ നമ്മളോട് മനസ്സിൽ പറയുമ്പോഴും, മറുവശത്ത് നമ്മളോട് യേശു കർത്താവ് പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾക്ക് തക്ക സമയത്ത് ഞാനത് ചെയ്തു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമാകുമ്പോൾ ഞാനത് പറയാമെന്ന് നമ്മുടെ മനസ്സിൽ വേറൊരു വ്യക്തി നമ്മളോട് പറയുന്നത്. പക്ഷെ നമ്മളതൊന്നും കർത്താവ് എന്താ പറയുന്നത് അല്ലെങ്കിൽ ആരാ എന്താ പറയുന്നതെന്നും നമ്മൾ നോക്കുകയില്ല. നമ്മളെന്ത് ചെയ്യും? സ്വയമായിട്ട് അത് എടുത്ത് ചാടി നമ്മളെല്ലാം ചെയ്യാനും തുടങ്ങും അതെല്ലാം നമ്മൾ ചെയ്യാനും തുടങ്ങും. വിശ്വാസമാകട്ടെ കേൾക്കാൻ തയ്യാറാകുന്നു. ഒരു വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസം, നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മളത് ചെയ്താൽ ദൈവം നമ്മളോട് പറഞ്ഞു, മകളെ, ഞാൻ നിനക്ക് തക്ക സമയത്ത് അതിനുള്ള പോംവഴിയെല്ലാം ഞാൻ കാണിച്ചു തരാം, ഞാൻ അതെല്ലാം ചെയ്തു തരാം എന്ന് പറയുമ്പോൾ നമ്മളത് കേൾക്കുവാൻ തയ്യാറാകുന്നു. അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഉറച്ചും നിൽക്കുക എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതും അത് തന്നെ ദൈവവും നമ്മളുടെ കയ്യിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പിന്നെ പ്രവർത്തനത്തിന് തയ്യാറായ നീതിമാൻ കൽപ്പനകൾക്കായി സന്തോഷത്തോടും ക്ഷമയോടും ദൈവവചനത്തിലേക്ക് നോക്കി കാത്തിയിരിക്കുന്നു. അതായത് ഇപ്പം നമ്മളെ അടുത്ത് യേശു കർത്താവ് പറയുന്നു, മകനെ നിന്നെ അല്ലെങ്കിൽ മകളെ നീ അത് ചെയ്യുവേണ്ട, ഇപ്പോൾ ഞാൻ പറയുന്ന നിനക്ക് അതിനുള്ള ചെയ്യാനുള്ള സമയം ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് വരെ നീ അത് അനുസരിക്കണം, അല്ലെങ്കിൽ നീ അതിനു വേണ്ടി കാത്തിരിക്കണം. അപ്പം പ്രവർത്തനത്തിന് തയ്യാറായി എന്ന് നമ്മുടെ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിലല്ലേ നമ്മളോട് പറയുമ്പോഴാണ് നമ്മളത് ചെയ്യണം. അപ്പം അതാണ് പറഞ്ഞിരിക്കുന്നത്, പ്രവർത്തനത്തിന് തയ്യാറായി നീതിമാൻ കൽപ്പനകൾക്കായി സന്തോഷത്തോടും ക്ഷമയോടും ദൈവവചനത്തിലേക്ക് നോക്കി കാത്തിരിക്കുന്നു. ദൈവം നമ്മളോട് എപ്പോഴാണ് സംസാരിക്കുന്നത്, എപ്പോഴാണ് ഇടപെടുന്നത്, അതിൽ നമ്മൾ വിശ്വസിക്കുകയും അതിനെ നോക്കി നമ്മൾ ഇരിക്കുകയുമാണ് വേണ്ടതെന്നാണ് നമ്മളോട് ദൈവം പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മളുടെ അടുത്ത് നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ദൈവത്തോട് ഒരു വാക്ക് അപേക്ഷിക്കുക അല്ലെങ്കിൽ ഒരു വാക്ക് ചോദിക്കുക. പ്രാർത്ഥനയിലൂടെയോ ബൈബിളിലൂടെ ആകുമ്പോഴും വചനത്തിലൂടെയാണ് നമുക്ക് അതിനുള്ള ഉത്തരം ദൈവം തരുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും എന്തെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതെല്ലാം സംരംഭത്തിൽ നമ്മൾ ഏർപ്പെടാൻ പോകുന്നോ ആ സംരംഭത്തിൽ ഏർപ്പെടുന്നതിനും ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളുടെ വിഷയത്തെ വെച്ച് പ്രാർത്ഥിക്കുകയും അതിനുള്ള ഉത്തരം കണ്ടെത്തുകയും നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത്രയാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാൻ എനിക്ക് ഉള്ളത്. അതുകൊണ്ട് ഈ വചനങ്ങളെല്ലാം നമ്മൾ ഹൃദയത്തെ സംഹരിച്ച് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഹല്ലേലൂയ. ദൈവമേ, സ്തോത്രം 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 സ്തോത്രം. കരുണ നിറഞ്ഞ കാരുണ്യവാനും സ്നേഹം നിറഞ്ഞവനുമായ യേശു കർത്താവേ, ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വരുവാനും അങ്ങയുടെ വചന കേട്ട് അനുസരിച്ച് നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ച് അത് ചെയ്യാൻ ഞങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് അങ്ങയുടെ ഒരു നിമിഷം അങ്ങയോട് പ്രാർത്ഥിച്ച് അങ്ങയുടെ വിലപ്പെട്ട ഉത്തരം ലഭിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്നിപ്പോൾ വചനത്തിലൂടെ അങ്ങ് പറഞ്ഞതുപോലെ ഉറച്ച് തന്നെ നിൽക്കുക. ദൈവം നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ എന്നാണ് പറയുന്നത്. നമ്മൾ യാതൊരു തരത്തിലും ഒരു അപകടങ്ങളിലും ചെന്ന് ചാടാതെ ഇരിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ കൈകൊള്ളുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശു കർത്താവേ, ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളെ അവരുടെ കുടുംബങ്ങളെല്ലാം അങ്ങ് അനുഗ്രഹിച്ച് കാക്കുമാറാകണമേ. അങ്ങയുടെ രക്ഷ അവരെ കാണിച്ചു കൊടുക്കുമാറാകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഇവിടെ അടിയനെ അനുഗ്രഹിക്കണമേ. ഇനിയും ഇതേപോലെ പ്രസംഗിക്കുവാൻ ഇതേപോലെ സംസാരിക്കുവാൻ തക്കവണ്ണം അടിയനെ സഹായിക്കുമാറാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.